നമസ്കാരം. കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നിയമസഭാ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ. CPM-വുമായി ഇടഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്തായ ജി സുധാകരൻ UDF സ്വതന്ത്രനായി മത്സരിച്ച മണ്ഡലം കൂടിയാണ് അമ്പലപ്പുഴ. നിലവിലെ സിറ്റിംഗ് MLA-യായ സലാമാണ് ഇവിടെ LDF സ്ഥാനാർത്ഥി. ആലപ്പുഴയിൽ സുധാകരൻ പരാജയമടയുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വിലയിരുത്തുന്നത്. ഈ എക്സിറ്റ് പോൾ ഫലം CPM-നെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അമ്പലപ്പുഴയിൽ സുധാകരൻ വിജയിച്ചാൽ അത് ആലപ്പുഴയിലെ പാർട്ടി സംവിധാനത്തിന് വലിയ തിരിച്ചടിയായി മാറുമായിരുന്നു. ഭരണം കിട്ടിയിട്ടും അമ്പലപ്പുഴയിൽ തോറ്റാൽ വലിയ തിരിച്ചടിയാകുമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. തിരഞ്ഞെടുപ്പ് സമയത്ത് സുധാകരൻ പാർട്ടി വിട്ടാൽ അത് ആലപ്പുഴ മാത്രമല്ല, കേരളത്തിലെ CPM-ന്റെ വിജയ സാധ്യതകളെ മുഴുവൻ ബാധിക്കുമെന്നാണ് CPM വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ CPM സംഘടനാ സംവിധാനം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയാണ് സുധാകരനെ പാർട്ടി നേരിട്ടത്. ഇത് വിജയം കണ്ടു എന്ന സൂചനയാണ് എക്സിറ്റ് പോൾ നൽകുന്നത്. സുധാകരൻ പാർട്ടി വിടാതിരിക്കാൻ അടവുകൾ 18 CPM പയറ്റിയിരുന്നു. പാർട്ടി ജില്ലാ നേതൃത്വവും മുതിർന്ന നേതാവായ CS സുജാത ഉൾപ്പെടെയുള്ളവരും നേരിട്ടെത്തി സുധാകരനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ സുജാതയെ വരെ അധിക്ഷേപിച്ചാണ് സുധാകരൻ സംസാരിച്ചത്. സുജാത നായന്മാരുടെ വീട്ടിലെ പോകൂ, നായറാണെന്ന് മനസ്സിലാക്കാൻ മുല്ലപ്പൂവും തുളസിപ്പൂവും വെച്ചാണ് പോകുന്നത്. ഇവിടെ നായന്മാരുടെ വോട്ടൊന്നും കിട്ടില്ലെന്നാണ് സുധാകരൻ പറഞ്ഞത്. സുധാകരൻ ജാതി അധിക്ഷേപം നടത്തിയത് തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയ വിവാദത്തിനും തീകൊളുത്തി. സുധാകരന്റെ തലക്കനവും ധാർഷ്ട്യവും UDF നേതൃത്വത്തിനും ഉൾക്കൊള്ളാൻ വിഷമമായിരുന്നു. ഇതെല്ലാം തിരിച്ചടിച്ചെന്നാണ് എക്സിറ്റ് പോൾ സൂചന നൽകുന്നത്. പാർട്ടിയിലെ സുധാകരന്റെ ആധിപത്യത്തിന് കടിഞ്ഞാണിടാൻ വേണ്ടിയാണ് പ്രായപരിധി ചൂണ്ടിക്കാട്ടി ഒതുക്കി സുധാകരനെ മൂലക്കിരുത്തിയത്. എന്നാൽ ഇതിനെതിരെ പൊട്ടിത്തെറിച്ചാണ് സുധാകരൻ പാർട്ടി വിട്ടതും UDF-ൽ അഭയം തേടിയതും. എന്നാൽ സുധാകരന് ആശ്വാസകരമായ സൂചനയല്ല എക്സിറ്റ് പോൾ ഫലം നൽകുന്നത്. UDF അധികാരത്തിലേറിയാൽ അത് പുറത്തുനിന്നും നോക്കിക്കാണേണ്ട അവസ്ഥയിലാകും സുധാകരൻ. തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ പിന്തുണ സുധാകരൻ പരാജയപ്പെട്ടാൽ കോൺഗ്രസ് നൽകാനും സാധ്യതയില്ല. സുധാകരനുള്ള പിന്തുണ CPM നേതാവെന്ന നിലയിലുള്ളതാണെന്നും വ്യക്തിപരമായി സുധാകരന് വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞില്ലെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുകയും ചെയ്യും. CPM വിമതർക്ക് പിന്തുണ നൽകിയുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രം ഫലം ചെയ്തില്ലെന്നും കോൺഗ്രസിന് വിലയിരുത്തേണ്ടിയും വരും. തോൽവിയോടെ സുധാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിനും അന്ത്യം കുറിക്കേണ്ടി വരും. എന്തായാലും മെയ് 4-നുള്ള വിധി സുധാകരനെ സംബന്ധിച്ച് നിർണായകമാണ്. CPM-നെ സംബന്ധിച്ചും.